പോകാം. എന്റെ ഭഗവാനെ, 15 കോടിയോ? എന്റെ സാറേ, കാശില്ലാത്തവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താ നമ്മുടെ കുടുംബി കയ്യിലെടുക്കില്ലേ? എന്നാ ഉയർന്ന അധികാരത്തിലുള്ളവർ ചെയ്യണ കള്ളത്തരം സാറിന്റെ നിയമം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാ? എന്നതാ ചെയ്യാൻ പറ്റുമോന്നോ? ഈ വക്കീലൊന്ന് മനസ്സ് വെച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല. സാറേ, ഈ പേപ്പറിലുള്ള തെളിവ് വെച്ച് അവരെ അകത്താക്കണം. നിങ്ങൾ വിഷമിക്കണ്ട, ഈ തെളിവാണ് ആണിക്കല്ല്. നിങ്ങളൊന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ അവന്മാരുടെ പൂച്ചു പുറത്ത് ചാടിക്കാം. എന്താ എന്താ വേണ്ടതെന്ന് പറഞ്ഞാ മതി. നാട്ടുകാരെ മൊത്തം സാക്ഷി പറയാൻ വിളിച്ചോണ്ട് വരണ. പറഞ്ഞാട്ടെ സാറേ. അതൊന്നും വേണ്ട, ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. അതായത് നിങ്ങളുടെ നാട്ടിൽ കെട്ടിയിരിക്കുന്ന അണയില് ഒരു ഓട്ട വീണിരിക്കുക. ഞങ്ങളുടെ നാട്ടിൽ അണയില്ലല്ല. എന്താ സാറേ പറയുന്നത്? അത് തന്നെയാ, കെട്ടാത്ത അണ കെട്ടിയെന്നല്ലേ നിങ്ങളോട് അവന്മാര് പറഞ്ഞത്. തന്ന പണി തിരിച്ചു കൊടുക്കാവുന്നേ. കെട്ടാത്ത അണയിലെ ഓട്ട വീണെന്നൊരു അപേക്ഷ എഴുതി കൊടുക്കാം. നാട്ടുകാരുടെ മൊത്തം കയ്യൊപ്പം ഇരുന്നോട്ടെ. എന്താ? പൊതുവായിട്ട് ഇതുപോലുള്ള കംപ്ലൈന്റ് എല്ലാം PWDയിലാ കൊടുക്കണ്ടേ. എന്നാ നമ്മൾ അവിടെ കൊടുക്കുന്നില്ല. വേറെ എവിടെ കൊടുക്കൂന്ന് പറ. എവിടെ അടിച്ചാലാണ് യുമാർക്ക് മുറിവേൽക്കുന്നത്, എവിടെ കൊടുത്താലാണോ ഈ വിഷയം ലോകം അറിയുന്നത്, അവിടെ കൊടുക്കണം. ഇപ്പോ ആർക്ക് കൊടുക്കണമെന്നാ പറയുന്നത്? പറയാം. എന്താണോ ഏമാനെ കാണാൻ വന്നതാണ്. നമസ്കാരം. നമസ്കാരം സാറേ. എന്താ വേണ്ടേ? എവിടെന്നാ വരുന്നേ? ഞങ്ങൾ അത്തിപ്പെട്ടിന്ന് പറഞ്ഞ സാറേ. അത്തിപ്പെട്ടിയിൽ നിന്നാ? തോന്നി, മീൻനാറ്റം വന്നപ്പോഴേ തോന്നി. എടോ PC-32, ഇവറ്റകള് വല്ല ചീഞ്ഞ മീനോ മറ്റോ കൊണ്ടുവന്നിട്ടുണ്ടോ നോക്കണോ? ഏമാനെ, നിങ്ങൾ വന്ന കാര്യം വേറെയാണ്. എന്താ കാര്യം? അയൽഗ്രാമമായിട്ട് എന്തെങ്കിലും അടിപിടി കേസാണോ? അവർ നിങ്ങളുടെ സ്ഥലത്തേക്ക് വരാൻ സാധ്യതയൊന്നും ഇല്ലല്ലോ. നിങ്ങളുടെ ഗ്രാമത്തിന് ചുറ്റും വെള്ളമല്ലേ. നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ഇപ്പം എന്താ കാര്യം? ഏമാനെ, ഞങ്ങള് കുറച്ച് മനുഷ്യര് അവിടെ താമസിക്കുന്നുണ്ട്. മനുഷ്യന്മാര്? നിങ്ങള്? ആയിക്കോട്ടെ ആയിക്കോട്ടെ, നിന്റെ പ്രശ്നം എന്താ അത് പറ. അണയില് വലിയക്കാട്ടൊരു വിള്ളൽ വീണേക്കണ് സാറേ. ഓഹോ, അണക്കെട്ടിൽ വിള്ളൽ വീണാൽ അത് അടയ്ക്കാൻ ആൾക്കാർ വേറെയുണ്ട്. അതിന് നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? നിന്റെ ഗ്രാമത്തിലെ പ്രശ്നം എന്താന്ന് പറ. ഞങ്ങളുടെ ഗ്രാമത്തിലെ കെട്ടിയേക്കണ അണയിലാണ് സാറേ വിള്ളൽ വീണേക്കണത്. അതടയ്ക്കാനൊരു ആവേശം കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കണത്. അണക്കെട്ടാ? അത്തിപ്പെട്ടിയിലോ? ആ, നീ ആളെ കളിയൊക്കെ? അയ്യോ അല്ല സാറേ. ദേ സാറേ, സാറേ ഒന്ന് വായിച്ചു നോക്കേ. ഇതാ അണക്കെട്ട്. അവന്റെ ഒരു വിള്ളൽ. $15 കോടി, 550 അടി നീളം, 10 മീറ്റർ അകലം. മന്ത്രി സാറാണ് ആണ തുറന്നു വെച്ചിരിക്കുന്നത്. എല്ലാ ആധാരങ്ങളും അതിലുണ്ട്. വക്കീലിന്റെ കയ്യിൽ മുഖ്യ ആധാരമുണ്ട്. ഇപ്പൊ മനസ്സിലായോ അണക്കെട്ട് എവിടെയാണെന്ന്? മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. അണക്കെട്ട് പേപ്പറിലുണ്ട്. അപ്പൊ ദ്വാരം എവിടെയാണെന്ന് സാറിന് മനസ്സിലാവല്ലോ. മനസ്സിലായി മനസ്സിലായി. വിള്ളല് അണക്കെട്ടിലുണ്ട്. എന്റെ ഏമാനെ, ഞങ്ങളുടെ അണക്കെട്ട് ഞങ്ങൾക്ക് വേണം. അതിനുവേണ്ടി ഒതുക്കി വെച്ച കാശടിച്ചു മാറ്റിയ ആ ചെറ്റകളെ അടിയോടെ സാറ് പിഴുതെറിയണം. സർക്കാർ ജോലിക്കാരാണെങ്കിലും ശരി, പോലീസുകാരനായ സാറ് വിലക്ക് വെച്ച് ജയിലിലിടണം. ഏമാനെ, 100 രൂപ കട്ടവനെ പിടിച്ചിട്ട് മുട്ടുകാലി അല്ലി ഒടിക്കാറില്ല. അപ്പൊ 15 കോടി കട്ടവനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാനാണ് പോണത് സാറേ? മനസ്സിലാവുന്നുണ്ട്, നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കെട്ടാത്തണ കെട്ടിയതുപോലെ അവര് വലിയ നാടകം തന്നെ കളിച്ചത്. എന്നാൽ അത്തിപ്പെട്ടിയിലുള്ള ആൾക്കാര് അതിലും വലിയ നാടകമാണ് കാഴ്ചവെച്ചത്. കെട്ടാത്ത അണക്കെട്ടില് വിള്ളലുണ്ടെന്നും പറഞ്ഞ് കഥയുണ്ടാക്കിയില്ലേ? കൊള്ളാം. അത്തിപ്പെട്ടിയിലെ ആൾക്കാർ മോശക്കാരല്ല, ഞാൻ വിട്ടുകൊടുക്കില്ല. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇതിന്റെ പുറകിലുള്ളവർ ആരായിരുന്നാലും, എന്റെ കാലെ വീണ് മാപ്പി ചോദിച്ചാലും അവൻ ആരായിരുന്നാലും വിടില്ല, ഞാൻ വിട്ടു കൊടുക്കില്ല. നന്നായി വരും നന്നായി വരും. എഴുന്നേക്ക്, അങ്ങോട്ട് എഴുന്നേക്കടോ. ഈ കാര്യം താൻ മാത്രം അറിഞ്ഞത് നന്നായിട്ടുണ്ട് സാറേ. അവർ എല്ലാം പേപ്പറിൽ എഴുതി പതിപ്പിച്ചാ കൊണ്ടുവന്നത്. അത് വായിച്ചപ്പോ എനിക്കൊന്നും മനസ്സിലായില്ല. വലിച്ചു കയറി കളയാൻ തോന്നിയതാ. പക്ഷെ വന്നവരെല്ലാം വിവരമില്ലാത്തമാരാ. സംഗതി കൈവിട്ടു പോകുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അത്തിപ്പെട്ടിക്കാരെ ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. അവരുടെ പുറകിൽ നിന്ന് ആരോ ഇളക്കി വിട്ടോണ്ടിരിക്കുകയാണെന്ന് ഉറപ്പാ. അവൻ ആരാണെന്നറിയാ വേണ്ടേ? ഞാൻ ഇളക്കി വിട്ടത്, ഞാൻ അപേക്ഷ എഴുതി കൊടുത്തത്, ഞാൻ കാരണമാ പോലീസ് സ്റ്റേഷനിലോട്ട് അവര് വന്നത്. എന്താടോ വക്കീലെ താനീ പറയണത്? എടോ,
5ഉം 10ഉം ഒക്കെ മുക്കിയപ്പോ നിയമം ഉപദേശിക്കാൻ ഈ വക്കീല് വേണമായിരുന്നു. 15 കോടി അങ്ങ് മാന്തിയപ്പോ നമ്മളെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി. എന്താ എടോ അതിനിങ്ങനെ പാരപണി ആരേലും അപേക്ഷ കൊടുക്കാൻ പറഞ്ഞ് താൻ പ്രശ്നം വലുതാക്കിയല്ലോ. എടോ തനിക്ക് പങ്ക് വേണമെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? കൊടുക്കണമെന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നെ ഞാൻ ഈ വീട്ടിലോട്ട് കാല് കുത്തില്ലായിരുന്നല്ലോ. ഡോ തനിക്കൊന്ന് സഹായിച്ചൂടെ? ആ സഹായം ചെയ്യാൻ തന്നെയാ വന്നേ. എങ്ങനെയാണോ? കളക്ടർ സാറേ, കെട്ടാത്തയാണ് കെട്ടിയെന്നും പറഞ്ഞ് നിങ്ങൾ രേഖയുണ്ടാക്കി. തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് കൈക്കൂലി കൊടുത്ത് റെക്കോർഡും ശരിയാക്കി. എന്നാൽ അണ കെട്ടിയെന്ന് പറയേണ്ട അത്തിപ്പെട്ടിയിലെ ജനങ്ങള് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. എന്നാൽ ഇപ്പോ അത്തിപ്പെട്ടിയിലുള്ള അത്രയും ജനങ്ങള് അണക്കെട്ടിൽ ഓട്ട വീണതായിട്ട് അപേക്ഷ കൊടുത്തിരിക്കുക. അണക്കെട്ടിലെ ഓട്ട അടയ്ക്കാൻ അവർ കെഞ്ചുക. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്തുവാ? അത്തിപ്പെട്ടിയിലെ MLA വേണുഗോപാലെ പറഞ്ഞ പോലെ അണയങ്ങ് കെട്ടിപ്പോക്കി. ഇത് നിഷേധിക്കാൻ പറ്റാത്ത സത്യം അല്ലേ? ഇത് ഞാൻ പറഞ്ഞതല്ല, തെളിവ് പറഞ്ഞതാ. സോ നിങ്ങൾ കെട്ടിയ അണക്കെട്ടിന് ഈ അപേക്ഷയാണ് സാക്ഷി. ഇനി ആ ഈശ്വരൻ വന്ന് വരട്ടിയാൽ പോലും പോയി പണി നോക്കാൻ പറയാം. അപേക്ഷ വേറെ എവിടെയും പോയ ആപത്താണെന്നുള്ളത് കൊണ്ടാ തൻ്റെ ആളുള്ള പോലീസ് സ്റ്റേഷനോട്ട് തിരിച്ചുവിട്ടത്. എനിക്ക് നന്നായിട്ടറിയാം ഈ നിൽക്കുന്ന ഇൻസ്പെക്ടർ തൻ്റെ വിശ്വസ്തനാണെന്ന്. നന്ദിയുള്ള നായ പുറംകാല് കൊണ്ട് തൊഴിച്ച പന്ത് പോലെ തിരിച്ചു എടോ വരുമോ. വക്കീലേ, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലടോ. നന്ദി പറച്ചിലൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ഒരു കാര്യവും കൂടെ നിങ്ങൾ ചെയ്യണം. എന്താ? അവരുടെ കൂടെ സന്തോഷമായിട്ട് നിന്ന് സാക്ഷിക്കായി ഒരു ഫോട്ടോ എടുത്താൽ നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെന്നെ വിശ്വസിക്കത്തുള്ളൂ. വേണേ ഞാനും നിങ്ങളുടെ കൂടെ വരാം. അച്ഛനെ കാണാൻ വന്നതാ. അല്ല, ക്ലാർക്കല്ലേ? നമസ്കാരം ക്ലാർക്കെ. എന്താണ് ഇപ്പോഴാണ് വരണേ? നീ വിശ്വസിച്ച പോലീസും വക്കീലും അവരുടെ കൂടെ ചേർന്ന സുബ്രഹ്മണി. എന്താന്നാ പറയണേ? 4 പേരും കൂടി നമ്മളെ പറ്റിച്ച. ഞാൻ പറയുന്ന കേക്ക്. ഇനി നീ ചതിക്കപ്പെടരുത്. ഞാൻ ഇവിടെ നിന്നാ എനിക്ക് ആപത്താ. ഞാൻ പോവാ ഇവിടുന്ന്. എന്റെ ജീവൻ നോക്കണ്ടേ? ഞാൻ വരട്ടെ. ബൈ. നിയമം എന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ആ നിയമം എന്താ ചെയ്യുന്നത് കണ്ടില്ലേ? കുപ്പായിടാത്ത അത്തിപ്പെട്ടി ജനങ്ങള് അരയിലെ കെട്ടിയ തുണിയൊന്ന് അഴിച്ചിട്ടപ്പോ പോലീസേമാര്, വക്കീലന്മാര്, രാഷ്ട്രീയക്കാരത്, കളക്ടറും എല്ലാം കൂടി വരുന്നത് കണ്ടില്ലേ? ഇപ്പോ കേട്ടോ, അത്തിപ്പെട്ടിക്കാർക്ക് ജീവൻ പോയാ തലമുടി പോകുന്ന പോലെ ഉള്ളു കേട്ടോ. എന്നാ മാനം പോയാ ജീവൻ പോണ പോലെയാ. എടി പെണ്ണേ, ആ അരിവാളും കേട്ടെടുക്കേ. അവന്മാരെ അരിഞ്ഞ ഞാൻ സ്രാവിനിട്ട് കൊടുക്കും കേട്ടാ. എടുക്കുമെന്നെ അരിവാള്. പറഞ്ഞേക്ക്. എന്താ ഈ കാണിക്കാൻ പോകുന്നത് പറ. ആ 4 പേര് ഇപ്പൊ ഒന്നായി ചേർന്നില്ലേ? നേരാണ് ഈ പറയുന്നേ. വെട്ടി തുണ്ടാക്ക്. അരിവാളിന് മൂച്ച കൂട്ടി വെച്ചിരിക്കല്ലേ? ഇത് എടുത്തോണ്ട് പോയി പോളന്ന് അരിഞ്ഞ് വീഴ്ത്തിട്ട് ഇങ്ങോട്ട് വന്നാ മതി. വേഗം പോ. എടി പെണ്ണെ, എന്തിനാ ഒച്ച വെക്കുന്നേ? വെട്ടാനെടുത്ത അരിവാളും നീന്താൻ ഇറങ്ങിയ വരാലും വീട്ടിലേക്ക് തിരിച്ചു വരുവോ? സുബ്രഹ്മണ്യം, 4 പേർക്ക് നല്ലത് ചെയ്യാനുള്ളവൻ നീ വെട്ടാൻ തുടങ്ങിയാലുണ്ടല്ലോ, നിന്റെ ഭാര്യയും മക്കളും തെരുവിൽ ഇറങ്ങി കിടക്കേണ്ടി വരും. നീ ചെയ്ത കാര്യങ്ങളൊക്കെ നല്ലതാണെന്ന് ആര് പറയും? ഈ അത്തിപ്പെട്ടിയിലുള്ള 800 പേർക്ക് അണ കെട്ടാൻ 15 കോടി കൊടുത്ത് നമ്മുടെ ഗവൺമെന്റ് എവിടെ കിടക്കണ്? അത് കട്ടു നിന്ന അധികാരികൾ എവിടെ കിടക്കണ്? അയ്യോ അയ്യോ ബാബാ, ഒരു നാടിന് വേണ്ടി ഒരു ഗ്രാമം മൊത്തം കത്തിക്കാം. എന്റെ അത്തിപ്പെട്ടിക്ക് വേണ്ടി ഈ സുബ്രഹ്മണ്യ ചാവാ തീരാനാണ്. അവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം. അത് മാത്രമല്ല, അവന്മാർക്ക് ജീവന്റെ വില എന്താന്ന് മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ അനുഭവിക്കുന്ന വേദന അവര് മനസ്സിലാക്കണം. അത്തിപ്പെട്ടിയിലുള്ളൊരു മൊത്തം നിൽക്കുന്ന കണ്ടില്ലേ? നമുക്ക് കിട്ടാൻ പോകുന്ന വരവേൽപ്പുണ്ടല്ലോ, ഗംഭീരം തന്നെയായിരിക്കും. MLA അരിച്ചാക്കൊക്കെ ആയിട്ടല്ലേ വരുന്നത്. പിന്നല്ലാതെ കണ്ടില്ലേ, ആ ദരിദ്രവാസികളൊന്നും കൈപൊക്കി പോലും കാണിക്കുന്നില്ല. നിങ്ങളെങ്കിലും ഒന്ന് പൊക്കണേ. കൈ പൊക്കുന്നതിന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഉപകാരത്തിന് അവര് കൈയടിക്കാൻ പോവല്ലേ? നിങ്ങൾ കണ്ടോ കളക്ടറെ? അധികം